ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസ്, കോൺഫറൻസ് ഹാൾ, ഇത് തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്. ഇതേവരെ ധാർമ്മിക വശം, രാഷ്ട്രീയ വശമൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ധാർമ്മിക തലവും രാഷ്ട്രീയ തലവും ഒക്കെ ഈ സംഭവത്തോടെ മാറിപ്പോവുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഉമ്മൻചാണ്ടിയുടെ രാജി അനിവാര്യമായിരിക്കുകയാണ്. 5-8 വർഷങ്ങൾക്ക് മുൻപ് എല്ലില്ലാത്ത നാവ് കൊണ്ട് പിണറായി സഖാവ് പറഞ്ഞ വാക്കുകളാണിത്. ലവലേശം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞ വീഡിയോകൾ വേറെയുമുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിലാണ്. എന്നാൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തി അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിൽ ഈ സഖാവ് അത്യന്തം ഡേഞ്ചർ സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മകളാണ് തട്ടിപ്പിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് കുറേ ദിവസങ്ങളായി ഇങ്ങനെ മാധ്യമ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ മകളുടെ പേര് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പേര് തന്നെ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ടതില്ല. അന്വേഷണം വന്നാൽ മകളുടെ പേരിൽ മാത്രം അച്ഛന് രാജിവെക്കേണ്ടി വരില്ല. ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ചു പോകണമെന്ന് പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയോട് ആദ്യം പറഞ്ഞ അതേ വാക്കുകൾ കടമെടുത്തുകൊണ്ട് കേരളം ഒന്നടങ്കം ചോദിച്ചു തുടങ്ങാൻ ഇനി കൂടുതൽ സമയമൊന്നും വേണ്ട. അടുത്തു തന്നെ അത് കേൾക്കാം. കാരണം CMRL എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരും പരാമർശിച്ചുകൊണ്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. വീണയ്ക്കൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ പേരും ROC റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് CMRL പരോക്ഷ നിയന്ത്രണമുണ്ടെന്നും KSIDCക്ക് ഓഹരിയുള്ള കമ്പനിയാണ് CMRL എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പൂർണ്ണമായും നടന്ന വ്യക്തമായ തട്ടിപ്പുകളെന്നും മുഖ്യമന്ത്രിയും മകളുമാണ് ഇതിന് പിന്നിലെന്നും വ്യക്തമാകുന്ന എത്രയോ തെളിവുകൾ പുറത്തുവരികയാണ്. എക്സാലോജിക്കുമായി നടന്നത് തൽപര കക്ഷി ഇടപാടാണെന്നും ഇത് വെളിപ്പെടുത്താതിരുന്നത് നിയമലംഘനമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും CMRLും തമ്മിൽ നടത്തിയ ഇടപാടിൽ ദുരൂഹതയുണ്ടെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും പിണറായി വിജയൻ്റെ പേര് അതിൽ വരികയും ചെയ്തതോടെ മുഖ്യമന്ത്രി കസേരയ്ക്കാണ് തീപിടിച്ചിരിക്കുന്നത്. കേസിലെ അന്വേഷണം CBIക്കോ EDക്കോ വിടാമെന്ന് വ്യക്തമാക്കുന്ന ROC റിപ്പോർട്ടിൽ കർണാടക സർക്കാർ കൂടി സമ്മർദ്ദം ചെലുത്തുന്നതോടെ അന്വേഷണം ഉറപ്പാണ്. സെക്ഷൻ 447, സെക്ഷൻ 448 പ്രകാരം നടപടിയെടുക്കാമെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അറിയിച്ചിരിക്കുന്നു. പിഴയും തടവ് ശിക്ഷയും ലഭിക്കാവുന്ന വകുപ്പുകളാണ് ROC ശുപാർശ ചെയ്തിരിക്കുന്നത് എന്നിരിക്കെ ഈ അന്വേഷണം ഏറ്റെടുത്ത അന്വേഷണ ഏജൻസികൾ മകളുടെ ഓഫീസിനൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും കയറിയാൽ ഇതേ പിണറായി വിജയൻ പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞ വാക്കുകൾ കേരളം ഒന്നടങ്കം എഴുന്നേറ്റ് പറയുന്ന കാലത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതിന് കൂടുതൽ കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് എല്ലാ സാഹചര്യങ്ങളും നൽകുന്ന സൂചന.